ഞാൻ പുറത്തു വരുന്ന തന്നെ അച്ഛൻ്റെ ഒരു ചവിട്ടിലാണ്. അച്ഛൻ വെള്ളം ഒഴിച്ചിട്ട് അച്ഛൻ ായിട്ടൊന്നും ഉറങ്ങാനോ ഉള്ള ഭക്ഷണം കഴിക്കാനോ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അമ്മാതിരി പ്രശ്നമായിരുന്നു വീട്ടില്. വെള്ളം ഒഴിച്ചിട്ട് ഭയങ്കര ബഹളമായിരുന്നു. കുട്ടിക്കാലം ആക്ച്വലി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയോട് സോറ് പറയാനായിട്ട് മാക്സിമം ഞാൻ വിട്ടുവീഴ്ചകൾ ചെയ്ത് സംസാരിച്ചൊക്കെ നോക്കി. അത് അവിടുന്ന് തല്ലു പൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പലരുമായിട്ട് ഫോണിൽ അനാവശ്യമായി ബന്ധപ്പെടുന്ന ഇദ്ദേഹം ഒരു സോഷ്യൽ മീഡിയയിൽ തുറന്ന് പറയണ്ടായി. അത് പറയാൻ പാടില്ലായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നും തീർന്നു എല്ലാവരും കൂടി ഒന്നാവണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നില്ല. എനിക്ക് സമാധാനം മാത്രം മതി. ഒന്നാണോന്നൊന്നുമില്ല. വല്യച്ഛന്റെ മോൻ കുത്തിക്കൊല്ലാൻ നോക്കി. കുത്ത് കിട്ടിയായിരുന്നു? ആ, നടുത്തിട്ട് 5 സെന്റിമീറ്റർ അല്ല 10 സെന്റിമീറ്റർ ആഴം, 5 സ്റ്റിച്ച്. പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ? ഷൈക്കാൻ വരുമ്പോ അതെന്താ നിർത്തിയേ? അല്ല, അത് സ്ക്രിപ്റ്റഡാ ബ്രോ. ചേടാ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എങ്ങാനും ഷേക്കേണ്ടി വരികയാണെങ്കിൽ, നിങ്ങൾ കൈ സാനിറ്റൈസർ അടിക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, എനിക്ക് ഞാനും കഴിക്കാതെ. എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ മറ്റേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭയങ്കര ഒരു പുഞ്ചിരിയൊക്കെ ഇങ്ങനെ കള്ളവൊക്കെ കാണിച്ചിട്ട് എവിടെയോ വെച്ച കണ്ട പരിചയം. അതിലൊരു സത്യസന്ധത ഉണ്ടാവൂല, അതിലൊരു ജീവൻ ഉണ്ടാവൂല. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ നമ്മുടെ കൂടെ 2 അടിപൊളി അതിഥികളുണ്ട്. ഈ അതിഥികൾ അറിയപ്പെടുന്ന പേരും ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഡ്രസ്സിന്റെ കളറും ഒന്നാണ്. നമ്മുടെ സ്വന്തം രോഹിത് രശ്മിയാണ്. നമസ്കാരം, ഗ്രീൻ ഹൗസ്. വെൽക്കം ടു അവർ ഷോ. എന്താണ്, ഞാൻ ആദ്യമായിട്ടാണ് നല്ല കാര്യം ചെയ്തിട്ട് ചീത്ത വെക്കുന്ന 2 ആൾക്കാരൊക്കെ. ഇതെന്താ സംഭവം? കറക്റ്റ് ഉത്തരം ഇല്ല, ഇപ്പോഴും ഇല്ല. ഇത്രയും കാര്യങ്ങൾ പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതാണ് നമ്മൾ അഭിനയിക്കുന്നില്ല, അതാണ് ഒരു പ്രശ്നം. ഒറിജിനലായിട്ട് നിൽക്കുന്ന പ്രശ്നം. ഇങ്ങനെ നിൽക്കരുത് ഈ സമൂഹത്തിൽ. നമ്മൾ ഒറിജിനലായിട്ട് അതെനിക്ക് പറ്റൂല. അതായത് ആരെയും ഇഷ്ടപ്പെടുത്താൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഞാൻ എന്നെ തന്നെ പറ്റിക്കുന്ന പോലെ ആവൂലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൽ താല്പര്യമില്ല. നമ്മൾ നമ്മളായിട്ട് നിൽക്കുക. ആരെങ്കിലും ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലേലും നമുക്ക് ആദ്യം നമ്മളെ ഇഷ്ടപ്പെടണം, അത് മതി. പിന്നെ എന്റെ കൂടെ ഉള്ള ആൾക്കും എന്നെ ഇഷ്ടമാണെങ്കിൽ മതി. എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റുകൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ വിഷമം വരും. എന്തിനായിരിക്കും ഇങ്ങനെ ഇട്ടത്? ചിലപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശീലമായി. ആദ്യം 2 ദിവസമൊക്കെ ഞാൻ ഉറങ്ങാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഒന്നാമത് ഞാൻ അയാളോട് എന്ത് തെറ്റാ ചെയ്തത്. പിന്നെ അത് നോക്കുമ്പോ എന്ത് പറഞ്ഞാലും ആദ്യമൊക്കെ കമന്റുകൾ വരുന്നുണ്ട്. എനിക്ക് 2 ദിവസം ഉറങ്ങാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടോ? ഈ ചോദ്യം ഉണ്ടല്ലോ, ബ്രോ പറഞ്ഞത് തന്നെയാണ് ഉത്തരം. അതായത് ആദ്യമൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു. നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എത്രയും നല്ലൊരു സംഭവം ചെയ്താലും, അത്രയും എഫേർട്ട് ഇട്ട് റിസ്ക് എടുത്ത് ഒരു ക്ലീനപ്പ് ഒക്കെ ചെയ്താൽ പോലും, സിറിഞ്ചും മെഡിക്കൽ വേസ്റ്റൊക്കെ കളക്ട് ചെയ്താൽ പോലും, അതിനൊക്കെ വന്നിട്ട് ഇത്രയും നെഗറ്റീവ് പറയാനായിട്ട് നമ്മൾ ആരും ഉപദ്രവിക്കണില്ലല്ലോ. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇത്ര ഉപദ്രവം ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായി, എന്ത് ചെയ്താലും ഇത് വരും. ഒരു വിഭാഗം ആളുകൾ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള അവരുടെ ഫ്രസ്ട്രേഷൻസ് ആരെങ്കിലും തലയിലോട്ട് ചീത്തയായിട്ട് പറഞ്ഞാണ്ട് അവർക്ക് ഉറങ്ങാൻ പറ്റൂല. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന് ആ രീതിയിൽ അവർ അങ്ങനെയെങ്കിൽ 2 തെറി പറഞ്ഞിട്ടായാലും അവർ സമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ. നമ്മളതെടുത്ത് തലയിൽ വെക്കാണ്ടിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സാധനം. അതായത് നമ്മൾ നോക്കിപ്പോയാൽ തലയിൽ കയറി പോകും മനുഷ്യന്. അപ്പൊ ആവശ്യമില്ലാണ്ട് നോക്കി ഇരിക്കണ്ട. ഓക്കെ, ഈ ആദ്യകാലത്തൊക്കെ ഇപ്പൊ ഈ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ നെഗറ്റീവ് കമന്റ് വരുമ്പോ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അപ്പൊ ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങൾ ആക്ച്വലി ആദ്യമൊക്കെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളത് നോക്കാറില്ല, മൈൻഡ് ആക്കാറില്ല. പക്ഷെ കാണുമ്പോ നമുക്ക് നല്ല വിഷമം ഉണ്ടാവാറുണ്ടായിരുന്നു. വിഷമമുണ്ട്. അതിപ്പോഴും നമുക്ക് ചില സാധനമൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വിഷമം വരും. പക്ഷെ നമ്മൾ തന്നെ നമ്മളെ ശീലിപ്പിച്ച് ചിലതൊക്കെ ചിരിച്ചു വിടണം. അതായത് നമ്മൾ അവിടെ ചെന്ന് കമന്റിന് റിപ്ലൈ കൊടുത്ത് ചിരിക്കണമെന്നില്ല. ചിലത് ഉത്തരം കൊടുക്കാനുണ്ടാവും, നമ്മൾ തിരിച്ച് തക്കതായ മറുപടി കൊടുക്കുക. ചിലത് നമ്മൾ അതിനു വേണ്ടിയുള്ള സമയം പോലും മെനക്കെടുത്താണ്ട് നമ്മൾ നമ്മുടെ കാര്യമായിട്ട് പോവുക. രശ്മിനോട് കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്.
ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ നല്ല കാര്യങ്ങളാണ്. കാരണം ഇപ്പൊ ബീച്ചിലും ഇപ്പൊ നമ്മള് കുട്ടികളൊക്കെ ഓടി നടക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ സിറിഞ്ച് വറക്കണ കാണുമ്പോൾ നമുക്കൊക്കെ പേടിയാവാറുണ്ട്. ഇങ്ങനെയൊക്കെ ഈശ്വര ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വരാറുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ചീത്ത കേൾക്കുമ്പോൾ രശ്മിയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ എന്തിനാണ് ഞങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ബാക്കി കുറെ ആൾക്കാർ നല്ലവരും ആരും ചീത്ത പറയുന്നല്ലോ, ഞങ്ങൾ എന്തിനാ ടാർഗറ്റ് മനസ്സിലാകുന്നില്ല, എന്താന്ന് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞങ്ങളുടെ വേ ഓഫ് പ്രസന്റേഷൻ ആണോ, ഞങ്ങളായിട്ട് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോ ആ ഒരു പ്രശ്നം വരുന്നതെന്ന് തോന്നുന്നു. ഞങ്ങള് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ പ്രസന്റ് ചെയ്യുന്നത്. ഞങ്ങള് എങ്ങനെയാണോ ഇരിക്കുന്നത്, ഞങ്ങളുടെ ക്യാരക്ടർ എന്താണോ അതുപോലെ പ്രസന്റ് ചെയ്യുന്നു. പക്ഷെ ആ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ മാറ്റാനൊന്നും നോക്കുന്നില്ല. ഞങ്ങളുടെ സ്റ്റൈൽ തന്നെ പിടിച്ചു പോകുന്നതായിരിക്കാം ചിലപ്പോ ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എല്ലാവർക്കും നമ്മൾ പറയുന്നത് ഇപ്പൊ നമ്മൾ ആ ഒരു നിമിഷത്തിൽ ആ ഒരു ക്ലീനപ്പ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ഇമോഷൻസ് ആണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ സംഭവം എല്ലാവർക്കും ഇപ്പം എല്ലാവരും എൻ്റെ എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടായിരിക്കുമല്ലോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഫർമേഷൻസ് കിട്ടണമെന്നോ അല്ലെങ്കിൽ സമൂഹത്തിലോട്ടൊരു പോസിറ്റീവ് സാധനം അല്ലെ ഒരു നല്ല ലെസണോ കാര്യങ്ങളോ വേണമെന്നോ നിർബന്ധം കാണില്ല. അവർക്ക് എന്റർടൈൻമെന്റ് ആയിരിക്കും വേണ്ടത്. പക്ഷെ നമുക്ക് എന്റർടൈൻമെന്റ് കൊടുക്കാനില്ല, നമുക്ക് ഇൻഫർമേഷൻസോ സാമൂഹിക പ്രതിബദ്ധതയൊക്കെ കൊടുക്കാനുള്ളൂ. നമ്മൾ നമ്മളായിട്ടിരിക്കുക, നമുക്ക് പറയാനുള്ള സാധനങ്ങൾ എന്താ ട്രൂ ആയിട്ട് തന്നെ ഡെപ്പിക്റ്റ് ചെയ്യുക. അത് ആൾക്കാരെ എടുത്താലും ഇല്ലേലും അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ നാളെ നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റണമെന്നില്ല. തീർച്ചയായിട്ടും. ഈ ചിലവർ ഇപ്പൊ എനിക്കറിയാവുന്ന 1-2 നല്ല യൂട്യൂബേഴ്സ്, അത്യാവശ്യം ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇടുന്ന 1-2 പെൺകുട്ടികളുണ്ട്. വേറൊരു ചേട്ടനുണ്ട്, സ്ഥലങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. നെഗറ്റീവ് കമന്റ് കേട്ടിട്ട് ബോഡി ഷെയ്മിങ് ആയിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ കേട്ടിട്ട് അവർ ആ പരിപാടി നിർത്തി. എന്തിനാ വെറുതെ ഇങ്ങനെ ചീത്തയേക്കുന്നത്, അവർ നിർത്തിപ്പോയി. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയവരവരൊക്കെ ചിലപ്പോൾ അവരുടെ മനസ്സിനധികം കട്ടിയില്ലാണ്ടായിരിക്കും. ഇങ്ങനത്തെ തീരുമാനങ്ങൾ ഈ പരിപാടി നിർത്താം എന്തിനിങ്ങനെ തെറിയേക്കുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്ക് തോന്നാറുണ്ട് എനിക്ക്. അതായത് അല്ല സോഷ്യൽ മീഡിയ നിർത്തുന്നതിനെ കുറിച്ചല്ല, ഒരു ക്ലീനപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഇപ്പൊ ഞാൻ എന്നെ മാത്രമല്ല ക്ലീനപ്പ് ചെയ്യണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കാരണം എന്തിനു വേണ്ടി ചെയ്യുന്നു, കാരണം ആരും അപ്രീഷിയേറ്റ് ചെയ്യണ്ട, പറയണ പോലല്ലേ. അതായത് ഇതിന്റെ അപ്പർ സൈഡ് ആർക്കും അറിയില്ല. അതായത് നമുക്ക് ഈ കമന്റ് ടീംസിന്റെ ഒക്കെ മാത്രമുള്ള പ്രശ്നങ്ങളല്ല. റിയൽ ലൈഫിൽ നമ്മളൊരു ബീച്ചിൽ ക്ലീനപ്പിന് ചെല്ലുമ്പോൾ ആക്ച്വലി ആളുകൾ ഈ കമന്റുകളും ട്രോളുകളും കണ്ടിട്ട് അതായത് നമ്മളെ എങ്ങനെയാണോ അവിടെ ഡെപ്പിക്ട് ചെയ്തേക്കുന്നത് അതാണ് നമ്മളെന്നും പറഞ്ഞിട്ട് നമ്മൾക്ക് ആക്രമിക്കാനോ കളിയാക്കാനോ എങ്ങനെയും ഒരു 2 സിറിഞ്ച് നമ്മൾ എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളെ വന്ന് കളിയാക്കാൻ വരുന്നത്. ഓഫ് കോഴ്സ് ഉപദ്രവിക്കാൻ വന്നിട്ട് ആൾക്കാർ കളിയാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, തെറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ വേറൊരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന്. ഇനി പബ്ലിക് സർവൻസിന്റെ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ക്ലീനപ്പ് ചെയ്യുന്നത് ആലപ്പുഴ ബീച്ച് ആയിക്കോട്ടെ, വേറെ ബീച്ചുകൾ നമ്മൾ തൃശ്ശൂര് പോയിട്ട് ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട്. അത് സമൂഹത്തിന്റെ സൈഡിൽ നിന്നും സോഷ്യൽ മീഡിയയുടെ സൈഡിൽ നിന്നും. ഇനി സിസ്റ്റത്തിന്റെ സൈഡിൽ നിന്നും അത്യാവശ്യം നല്ല പ്രശ്നമുണ്ട്. അതായത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടൂറിസത്തിനെയാണ് എതിർക്കുന്നത്, നമ്മൾ ഈ ആലപ്പുഴയോ അല്ലെങ്കിൽ തൃശ്ശൂരിനെയൊക്കെയാണ് ചീത്ത പറയുന്നതെന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു പ്രശ്നം നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പൊ ക്ലീനപ്പ് ചെയ്ത സാധനം കൊടുക്കാൻ പോകുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോഴായിക്കോട്ടെ, നമ്മളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ടൂറിസത്തിന് അടിച്ചു താഴ്ത്തുന്നവരാ, പാർട്ടിയെ കുറിച്ച് മോശം പറയുന്നവരാ, ഗവൺമെന്റിനെ കുറിച്ച് മോശം പറയുന്നവരാ. നമ്മളിവിടെ പാർട്ടിയും ഗവൺമെന്റിനെ കുറിച്ചും ഈ ക്ലീനപ്പിന്റെ കാര്യത്തിനകത്ത് മോശം ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതിന്റെ ഒരു ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്പോസൽ സിസ്റ്റം ഇവിടെ ഇല്ല, അത് ഉണ്ടാവണം എന്നൊരു ആവശ്യകതയാണ് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞാൻ വിട്ടു അതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തതാണോ അല്ലെങ്കിൽ വലിച്ചെറിയുന്ന ഒരു സിസ്റ്റത്തെ ഉപയോഗിക്കാത്തതാണോ? അല്ല, സിസ്റ്റം ഇല്ല. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. സർജിക്കൽ ഉപകരണങ്ങൾ കൊണ്ട് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ. ഭയങ്കര നല്ല കാര്യമാണ്. കാരണം ഹോസ്പിറ്റലിൽ നിന്നടക്കം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനങ്ങൾ സർജിക്കൽ ഐറ്റംസ് കൊണ്ട് കളയാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അല്ല, ഹോസ്പിറ്റലുകളിൽ നമ്മുടെ ആലപ്പുഴയിലും ഉണ്ട്. ക്ലിനിക്കുകളായാലും ഹോസ്പിറ്റലുകളായാലും ഇമേജ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് നമ്മുടെ എല്ലാ മെഡിക്കൽ വേസ്റ്റുകളും ഈ ക്ലിനിക്കുകളിൽ നിന്നല്ലേ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷെ പബ്ലിക്കിന് ഇത് കൊണ്ട് ക്ലിനിക്കിൽ കൊണ്ടിടാനോ അല്ലെ അനുമതി മേടിച്ചിട്ടായിക്കോട്ടെ ഇന്ന അസുഖത്തിന് ഇന്ന ആൾ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞ് കൊണ്ടിടാനോ ഉള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതില്ലാത്തതുകൊണ്ട് തന്നെ പബ്ലിക്കിൽ വീട്ടിലിപ്പം കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നവരുണ്ട്, പ്രായമായിട്ടുള്ളവർ അല്ലെ പ്രായമല്ലാത്തവർ ഇൻസുലിനൊക്കെ എടുക്കുന്നവരുണ്ട്. ഇപ്പൊ ഇവർക്കൊന്നും ഇത് കൊണ്ട് എവിടെയെങ്കിലും പൈസ കൊടുത്തിട്ടായാലും കൊണ്ട് ഏൽപ്പിക്കാൻ സ്ഥലമില്ല. വീടുകളിലുള്ള ഈ സംഭവങ്ങൾ പല ഏരിയകളിലും ഇല്ല ഇപ്പോഴും. ആലപ്പുഴയിൽ ഇല്ല, ആലപ്പുഴ എവിടെയില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചാണ് അങ്ങനെ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ നോക്കിയത്. ഞാൻ ആലപ്പുഴ കളക്ടറേറ്റും മുനിസിപ്പാലിറ്റി ഒക്കെ ആയിട്ട് ഒരുപാട് ഞാൻ എഫേർട്ട് ഇട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ
ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല, ഈ സിസ്റ്റങ്ങൾ മുഴുവനായിട്ടുള്ള ഒരു കണക്ഷൻസും കാര്യങ്ങളും ഉണ്ടല്ലോ, ഇതൊന്നും ഒരു മോശം കാര്യത്തിനാണെങ്കിൽ ചിലപ്പം പക്കായിട്ട് നടക്കും. പക്ഷെ ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ ഇവിടെ ഓക്കെ പറയുമ്പോൾ അവിടെ ഓക്കെ അല്ല, അവിടെ ഓക്കെ പറയുമ്പോൾ ഇവിടെ ഓക്കെ അല്ല, ഒരു ഇതില്ലാത്തതുകൊണ്ട് നടന്നു പോകില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ രണ്ടുപേരോടും കൂടി പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ ചെയ്തേക്കുന്ന പല കാര്യങ്ങൾക്കും ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ഇപ്പൊ ഈ കിട്ടിയ ഇൻഫർമേഷൻ, ഇപ്പൊ ആലപ്പുഴയിൽ സർജിക്കൽ എക്യുപ്മെന്റ്സ്, ഇപ്പൊ വീട്ടിലെടുക്കുന്ന ഈ ഇൻസുലിൻ സിറിഞ്ച് അടക്കം കൊണ്ടുപോയി കളയാനുള്ള ഒരു സംവിധാനം ഇല്ലെങ്കിൽ അത് വലിയ തെറ്റ് തന്നെ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ തെറ്റ് തന്നെ. അതുകൊണ്ടായിരിക്കും പലരും കിട്ടിയ സ്ഥലങ്ങളിൽ വലിച്ചെറിയപ്പെടുകയും ഇതൊക്കെ ഉണ്ടാവുന്നു. ഓക്കെ, നല്ലത് നമ്മളിപ്പോഴും നല്ലതെന്ന് തന്നെ പറയണം. ഓക്കെ, അതൊരു നല്ലൊരു മെസ്സേജ് തന്നെയാണ്. അങ്ങനെ ഇല്ലെങ്കിൽ അത് നല്ലൊരു മെസ്സേജ് തന്നെയാണ് സമൂഹത്തിൽ കൊടുത്തത്. അതിന്റെ വേണ്ട നടപടികളൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. ഞാനെങ്കിലും അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതിനടിയിൽ ഒന്ന് കമന്റ് ആയിട്ടൊക്കെ ഇടും. അതല്ല, നമുക്കും ആകെ റിക്വസ്റ്റ് ചെയ്യാനുള്ളതാണ്, ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ റോഡുകളിൽ മെഡിക്കൽ വേസ്റ്റ് വരുന്ന സംഭവം കട്ടാവും. പിന്നെ ഇതിന്റെ അപ്പർ സൈഡിൽ ഡ്രഗ് അബ്യൂസ് കഴിഞ്ഞിട്ട് വരുന്നതാണോ എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ട്, നമുക്കും ഉണ്ടാവാം, സിസ്റ്റത്തിനും ഉണ്ടാവാം. പക്ഷെ അതിന്റെ കാര്യമല്ല, അല്ലാതെ വീടുകളിൽ നിന്നിപ്പം ഹരിതകർമ്മസേനക്കാര് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ അവരായിക്കോട്ടെ വേറെ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, ഇത് പ്രോപ്പറായിട്ട് കൊണ്ട് പൈസ കൊടുത്തിട്ടായാലും കൊടുക്കാനുള്ളൊരു സിസ്റ്റം ഉണ്ടെങ്കിലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഈ റോഡ് സൈഡുകളിൽ അല്ലെങ്കിൽ കനാലുകളിൽ നിന്ന് ബീച്ചിലോട്ട് വന്നിട്ട് ആൾക്കാർക്ക് റിസ്ക് വരുന്ന സാഹചര്യം, കനാലുകളിൽ നിന്ന് ബീച്ചിലേക്ക് അല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞപ്പോ, ഇപ്പൊ ഹരിത കർമ്മസേന അവര് നമ്മുടെ വീടുകളിൽ വന്നിട്ട് നമ്മുടെ വേസ്റ്റും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഇതെല്ലാം അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? പിന്നെ നല്ലതിന് നല്ലതെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഈ ഒരു തിരിച്ചറിവുകളൊക്കെയാണ് ആളുകളിലേക്ക് എത്തേണ്ടത്. കാരണം മൊത്തത്തിൽ എല്ലാവരും, അതായത് എല്ലാം ഒരു പ്രശ്നമാണ്, എല്ലാത്തിലും കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് അതെല്ലാം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പ്രശ്നങ്ങളുള്ളത് അത് നമുക്ക് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെയാണ് ഒരു പ്രോപ്പർ ഒരു സക്സസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു സമൂഹം എല്ലാം ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെടണം. അല്ലാതെ എല്ലാത്തിലും നമ്മൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്പർ 1 ആണ് നമ്മൾ, ശരി, നല്ല കാര്യം. പക്ഷെ നമുക്ക് എവിടെയാണോ നമ്മൾ നമ്പർ 10 ആയത് അവിടെയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് നമ്പർ 1 കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ശ്രമിക്കാമല്ലോ. തീർച്ചയായിട്ടും. ഇനി ഈ കാര്യമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി, ഇപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ പറയുന്നത്, നമ്മൾ ചിലപ്പോൾ വേ ഓഫ് പ്രസന്റേഷൻ, ഞങ്ങളുടെ പ്രസന്റേഷൻ ആയിരിക്കും ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്നൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അത് കാര്യമായിട്ട് എടുക്കുന്നുണ്ടോ? ശരിയാണ്, ഇനി ഇത്രയും ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അതിനകത്ത് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഞാനായിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ മറ്റേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭയങ്കര ഒരു പുഞ്ചിരിയൊക്കെ ഇങ്ങനെ കള്ളമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവമൊക്കെ അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അതിലൊരു സത്യസന്ധത ഉണ്ടാവില്ല, അതിലൊരു ജീവൻ ഉണ്ടാവില്ല. അപ്പൊ ഒരു കള്ളത്തരം കാണിക്കുന്നതിനേക്കാളും, എനിക്കത് കള്ളത്തരമായിട്ട് തോന്നുന്നുണ്ട്, അങ്ങനെ കാണിക്കുന്നതിനേക്കാളും ഉള്ളത് ഉള്ള പോലെ കാണിക്കുക. അത് ആർക്കെങ്കിലും പോസിറ്റീവായിട്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഒരു മെസ്സേജ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലാത്തവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പിൽ ഇപ്പൊ ചെറിയ ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കപ്പെടാവുന്ന തെറ്റുകളാണ് ചെയ്യുന്നത്. എന്നാലും കുറെ തെറ്റുകൾ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തെറ്റുകളല്ല, ആരോപിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. തെറ്റുകളിലേക്ക് നമുക്ക് ഒന്നുകൂടി സംസാരിക്കാം. ഇപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ, വളരെ ചെറിയ കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അവയർനെസ് കൊടുക്കാറുണ്ട്. പബ്ലിക്കിൽ നിന്ന് ഇങ്ങനെ മേടിച്ച് കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ അതേപോലെ ഒരു ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നെന്ന് പറയുന്നത് ചില സിറ്റുവേഷൻ നിങ്ങൾ തന്നെ അത് കഴിക്കുന്നുണ്ട്. അപ്പൊ ആ കഴിക്കുന്നത് നിങ്ങൾ തന്നെയാണ് വീഡിയോ എടുത്ത് പുറത്തേക്ക് ഇടുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് തന്നെ തോന്നാറില്ലേ, ഞങ്ങൾ പറയുന്നത് തന്നെയാണ് ഞങ്ങൾ ഈ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആളുകൾ ഞങ്ങൾക്കെതിരെ? ഇതിനകത്ത് ഞാൻ ആക്ച്വലി ഇപ്പം പുറത്തുനിന്നുള്ള ഫുഡിനകത്തുനിന്ന് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഏത് ടൈപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ ഈ വെജിറ്റബിൾ ഓയിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ, ഇപ്പൊ ചക്കിലാട്ടി വെളിച്ചെണ്ണ എന്ന് പറയപ്പെടുന്ന അത്രയും പ്യുവറായിട്ട് ഉണ്ടാക്കുന്ന സാധനം അല്ലാത്ത ഓൾമോസ്റ്റ് വെജിറ്റബിൾ ഓയിൽസിലൊക്കെ പെട്രോളിയം ബൈ പ്രോഡക്ട്സ് അടങ്ങിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഹെക്സൈനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഒരു റിഫൈൻമെന്റ് ഒക്കെ നടക്കുന്നത്, സീഡ് ഓയിൽസിന്റെ. അപ്പൊ അതിന്റെയൊക്കെ സാന്നിധ്യം ഉണ്ടാവുന്നത് കൊണ്ട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാത്തിലും അങ്ങനെ ഉണ്ടാവാൻ നിർബന്ധമില്ല, പക്ഷെ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലേ കുറച്ച് പറയേണ്ടത്, ചിലപ്പോ സാധ്യതകൾ ഉണ്ടാവാം, നമ്മൾ പറയുന്നതിലും കുറച്ചൊക്കെ എവിടെയോ മിസ്റ്റേക്ക് പറ്റും. ഞാൻ പറയുമ്പോ എന്റേതായ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും അത് ബ്രോ പറഞ്ഞതിനകത്ത് പോയിന്റ് ഉണ്ട്, അത് ഞാൻ എന്നിൽ വർക്കൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഞാനാണ് 100% ശരി എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എന്നെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക, പക്ഷെ
എന്നിൽ ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ഞാൻ ബ്രോ പറയുമ്പോൾ ഇപ്പൊ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ പോലും അറിയാതെ ചില തെറ്റുകൾ നമുക്കും വരുന്നുണ്ട്. ചിലപ്പോൾ ഉള്ളിലെ ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കും, ചിലപ്പോൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ ആളുകൾക്ക് അബദ്ധം പറ്റുന്നതായിരിക്കും. അപ്പൊ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, കുറെ ആളുകൾക്ക് തെറ്റിദ്ധാരണകളായിരിക്കാം, കുറച്ച് മാറ്റങ്ങൾ നമുക്കും വരുത്തേണ്ടതായിട്ടുണ്ട് എവിടെയൊക്കെയോ എന്ന് നമുക്കൊരു തോന്നലുണ്ട്. ഓക്കെ ബ്രോ, വെരി ഗുഡ്. ആ ഒരു തോന്നല അംഗീകരിക്കുന്നതിൽ വലിയൊരു കാര്യം കേട്ടോ. ഇനിയിപ്പോ അടുത്ത ഇതിലേക്കൊക്കെ വരികയാണെങ്കിൽ, ഒരു സൈഡിൽ നിന്ന് നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ പബ്ലിക്കിൽ പോയിട്ട് ഈ കാര്യം ചെയ്യുമ്പോൾ നാട്ടുകാർ വന്നിട്ട് ഭയങ്കരമായിട്ട് ഈ രീതിയിൽ മോശമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളെ അറിയാവുന്ന നാട്ടുകാർ, നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള നിങ്ങളെ അറിയാവുന്ന നാട്ടുകാർ ആരെങ്കിലും ഇതേപോലത്തെ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മളെ അങ്ങനെ അറിയാവുന്ന ആളുകൾ അങ്ങനെ നമ്മുടെ വന്നിട്ട് ഡയറക്റ്റ് വന്ന് നെഗറ്റീവ് ഒന്നാമത്തെ കാര്യം പറയാൻ ഇച്ചിരി പേടിക്കും. കാരണം എനിക്ക് ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് ഇപ്പൊ തന്നെ യൂട്യൂബിൽ കാണേണ്ടി വരും. എന്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം അതാണ്. അതായത് ഞാനിപ്പോ പണ്ട് പറമ്പിൽ പണിയെടുക്കാൻ പോകുമ്പോഴായിക്കോട്ടെ, ഉണ്ടാകുന്ന നമ്മൾ ആ ബ്രാൻഡിനെ ബിൽഡ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ജസ്റ്റ് ഡെയിലി വേജ് ചെയ്ത് കുടുംബം നോക്കുമ്പോഴായിക്കോട്ടെ, ഉണ്ടാകുന്ന ആ നെഗറ്റീവ് സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നു എന്നുള്ള പേടിയിൽ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വരാണ്ടിരിക്കും. അത് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിന് കൂട്ടത്തിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ, അതായത് എല്ലാ ജോലിക്കും അതിൻ്റെതായ മര്യാദയും മാന്യതയുണ്ട്, അതുപോലെ ക്ലീനപ്പ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള മര്യാദയുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലേ കുഴപ്പമില്ല, നമ്മൾ നിർബന്ധിക്കണില്ല, പക്ഷേ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നുള്ളൊരു സാധനം പറയുമ്പം ഈ നമുക്ക് പേഴ്സണലി വരുന്ന അറ്റാക്കുകൾ ഈ പറഞ്ഞ പോലെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടേ കുറേയൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ആ ഒരു സംഭവമാണ് ഞാനൊരു ഡിഫെൻസീവ് മെക്കാനിസം ആയിട്ട് എടുത്തേക്കുന്നത്. കാരണം എനിക്ക് ഒന്ന് പറഞ്ഞ് രണ്ടിന് തല്ലി തീർക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല, അതിനുള്ള ബാക്കപ്പും ഇല്ല. അപ്പൊ നമുക്ക് ഉള്ള സംഭവം, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്തോ സോഷ്യൽ മീഡിയ, അതിനെ നിയമപരമായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇതിന്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പോണത്. നമ്മുടെ നാട്ടുകാർ മാക്സിമം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ നമ്മുടെ അടുത്തേക്ക് വരാറില്ല. ഇല്ല, മാക്സിമം ഈ പറഞ്ഞ പോലെ ഏണി ഉണ്ടാക്കാൻ വരുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഫോണുണ്ട്, ക്യാമറ ഓണാണ്, അല്ലെങ്കിൽ ഓണാക്കാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നൈസായിട്ട് അപ്പുറം വഴിക്ക് ഇറങ്ങിയൊക്കെ പൊക്കോളും. ഓക്കെ, ഇപ്പോ നമ്മൾക്ക് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ. ഇപ്പൊ ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ട് നാട്ടുകാർ നിങ്ങളായിട്ട് ഭയങ്കരമായിട്ട് രൂക്ഷമായി ഇടപെടുകയും നിങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പൊ നിങ്ങൾ അറിയാവുന്നവരല്ലേ അവര്? അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ്? അല്ല, അതങ്ങനെ അറിയാവുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് മറ്റേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വീട് ലീസിനെടുത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീടല്ല. നമ്മൾ സ്ഥിരമായിട്ട് ഒരു വർഷത്തിൽ അല്ലെ 11 മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാറില്ല. കാരണം 11 മാസത്തേക്ക് ലീസിന്റെ കാലാവധി കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകും. അപ്പൊ അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മളങ്ങനെ അപ്പുറം ഇപ്പുറമുള്ള ആളുകളായിട്ട് ഭയങ്കര കമ്പനി അടിക്കുക, അങ്ങനെ അങ്ങനെ സംഭവം ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോ അമ്മയുടെ ഒച്ചയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആളുകൾ വന്നു. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോ ആൾക്കൂട്ടം വന്നിട്ട് അവർക്കൊരു അവസരം കിട്ടി ഒരാളെ കൈകാര്യം ചെയ്യാനോ, ഒരാളെ താഴ്ത്തി കെട്ടാനോ, അവരുടെ കൈയൊക്കെ കാണിക്കാനോ. അപ്പൊ അവരുടെ ഏരിയയാണ്, അവരത് മുതലാക്കി. അത്രേ ഉള്ളൂ ഇതിനകത്ത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഓടി വരിക എന്നുള്ളൊരു മനസ്സ് കാണിക്കാന്നുള്ളതാണ് വരുന്നത്. ഇപ്പൊ ഒരു കള്ളം കയറിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒന്ന് നിലവിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ധൈര്യം, നമ്മളൊക്കെ വീട്ടിലില്ലെങ്കിൽ നമ്മളെ പാരന്റ്സിന് ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഒരു വിഷയം ഉണ്ടായപ്പോഴും ഓടിക്കൂടിയത് ഈ പ്രശ്നം കേട്ടിട്ടാണ്. പക്ഷെ വന്നിട്ട് എന്തായാലും അവർക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ, അത് ചോദിച്ചറിയാതെയാണോ നിങ്ങൾ ഏകപക്ഷീയമായിട്ടാണോ നിങ്ങൾക്കെതിരെ? അതായത് ആദ്യത്തെ പ്രാവശ്യം വീട്ടിൽ വെച്ചുണ്ടായപ്പോഴത്തേക്ക് ആളുകൾ വന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴത്തേക്കും ഈ എൻ്റെ വീട്ടുകാർ ഞാൻ അവിടെ ആക്രമണം കാണിച്ചു അല്ലെങ്കിൽ സ്വർണ്ണം അടിച്ചു മാറ്റാൻ നോക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പോഴാണ് ഞാൻ ഇറങ്ങി ചെന്ന് കാര്യങ്ങൾ എൻ്റെ സൈഡ് ഫുള്ള് സംസാരിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ ഫുള്ള് രണ്ട് സൈഡും കേട്ടു. അങ്ങനെ ആക്ച്വലി നാട്ടുകാരാണ് തീരുമാനം എടുത്ത് അമ്മയെടുക്കെ പറഞ്ഞത് എൻ്റെ പൈസ മാത്രം ഫ്രീ ആക്കുന്ന രീതിയിൽ അവരുടെ സ്വർണം വിറ്റിട്ട് ബാക്കി അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അവരുടെ മുമ്പിൽ സമ്മതിച്ചാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരൊരു കംപ്ലൈൻറ്റും കൊണ്ടുപോയി. എൻ്റെ വീട്ടുകാർ ഈ നാട്ടുകാരുടെ സപ്പോർട്ടോട് കൂടി ഒരു കംപ്ലൈൻറ്റ് കൊണ്ടുപോയിട്ട് മാക്സിമം ഈ ഇതിന്റെ പേരിൽ, അതായത് ഞാൻ അവരുടെ സ്വർണ്ണം അടിച്ചു മാറ്റി എന്നൊക്കെ പേരിൽ പെടുത്താൻ നോക്കി. അത് മാത്രമല്ല ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവര് എൻ്റെ വീട്ടുകാർ നാട്ടുകാരുടെ സപ്പോർട്ടോട് കൂടി തന്നെ ഒരു സംഭവം ഡീൽ ചെയ്തു. പക്ഷെ അവിടെ ആ നാട്ടുകാരുടെ ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പ് ഉണ്ടായിട്ട് പോലും എന്നെ അവിടെ പെടുത്താൻ പറ്റിയില്ല. കാരണം ഞാൻ ഉള്ള പോലെ സംസാരിച്ച്, എനിക്ക് ഭയങ്കര പൊളിറ്റിക്കൽ പവറോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ ഓർത്തത് നമ്മൾ പെട്ടു എന്ന് വിചാരിച്ചാണ് ഞാൻ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എൻ്റെ വീട്ടുകാർ പറഞ്ഞ് അവർ ഡിമാൻഡ് ചെയ്തെടുത്തൊക്കെ നമ്മൾ ഒപ്പിട്ട് കൊടുത്തു, അവർ സ്വർണം തിരിച്ചു കൊടുത്തു.
തിരിച്ചു കൊടുത്തു പറഞ്ഞാൽ എൻ്റെ പക്കലല്ല, ഞാൻ അവർ പറഞ്ഞിട്ട് ലോൺ വെച്ചിരുന്ന സാധനമാണ്. അതൊക്കെ നമ്മൾ എടുത്ത് പോലീസുകാരെ മുമ്പിൽ വെച്ച് തന്നെ കൊടുത്തിട്ട് ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്നെ പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ദേഷ്യം ഈ നാട്ടുകാർക്ക് എല്ലാവരും കൂടെ നിന്നിട്ട് പോലും നമ്മളെ ട്രാപ്പാക്കാൻ പറ്റാഞ്ഞതിൻ്റെ ദേഷ്യമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇതിനകത്ത് ഇപ്പോൾ ആ ഏരിയയിൽ അവൻ കാറും കൊണ്ട് വന്നേക്കുന്നു എന്നൊക്കെ ആളുകൾ അവർ ഇന്റർവ്യൂസിൽ അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സെയിം വർത്താനം ആ ഏരിയയിൽ ആ ഒരു കാറുള്ളത് NDK മാത്രമാണ്. ഇപ്പൊ എൻ്റെ വണ്ടി തല്ലിയവന്മാർക്കാണേലും എന്നെ എൻ്റെ വൈഫിനെയും തല്ലാൻ വന്നവന്മാർക്കാണേലും അവന്മാർക്ക് സ്വന്തമായിട്ട് ഈ ഒരു പ്രായത്തിൽ എന്നെക്കാളും നല്ല പ്രായമുള്ള ആളുകൾ വരെ ഉണ്ട്. അവന്മാർക്ക് പോലും സ്വന്തമായിട്ട് വണ്ടിയൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഈ കുടുംബത്തിന്റെ സ്വത്തും വെച്ച് ഇങ്ങനെ സൂഹിക്കുന്നവന്മാർക്ക് സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഒരു പയ്യൻ സോഷ്യൽ മീഡിയ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവൻ പ്രയോജനപ്പെടുന്നു എന്ന് കാണുമ്പോഴത്തേക്കും ഒരു കുശുമുണ്ടാവും സ്വാഭാവികമായിട്ട്. ഓൾറെഡി നമുക്ക് കുറെ നെഗറ്റീവ് ഉണ്ടല്ലോ, അതൊക്കെ ആ നാട്ടുകാരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ ഓൾറെഡി. പിന്നെ എല്ലാരും കൂടെ കുറ്റപ്പെടുത്തുന്ന ഒരുത്തനെ പിന്നെയും കൂട്ടമായിട്ട് ആക്രമിക്കാൻ ഒരു സുഖമല്ലേ? ഞാൻ ചോദിക്കുന്നതാണ്, ഈ ഓടിക്കൂടുന്നവർക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാനും ഒരു 2 പക്ഷം ചേരാനും ഒരു സമയം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യം പറയാം. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ പ്രശ്നങ്ങൾ നടക്കും. എന്തായാലും ഒരു വീട്ടിലെ ആൾക്കാരാണ് എല്ലാവരും, അതൊരു കുടുംബ പ്രശ്നമാണ്. ആ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് നിങ്ങളെ രണ്ടുപേരെയും പോടാന്ന് ഓടിക്കുന്നതെങ്കിൽ അവര്, അതായത് നമ്മുടെ അമ്മയുടെയും പെങ്ങളുടെയും കൂടെയാണ് ഇത്രയും പേര് നിൽക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്ര ആൾക്കാർ എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു പക്ഷം നിങ്ങളുടെ ഭാഗത്ത് ആരും? അത് 2 ഫാക്ടേഴ്സ്. ഒന്ന്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു, അത്യാവശ്യം ഫെയിം ഉണ്ട്, അവനോട് ആ ഒരു കുരുപ്പുണ്ട്, കുശുമ്പും കുരുപ്പും രണ്ടും ഉണ്ട്. പിന്നത്തെ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറ സൈഡിലെ അമ്മയും പെങ്ങളും ഒരു 2 സ്ത്രീകളാണ്, അവർ അബലകളാണ്. അപ്പൊ അവര് പറയുന്ന സാധനം മാത്രമേ ഇവർക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഭാഗം കേൾക്കുക എന്നുള്ളതൊക്കെ പറയുന്നത് ചുമ്മാതാണ് സത്യത്തിൽ. അതായത് നമ്മളിപ്പം അവിടുത്തെ ഇപ്പോൾ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു അമ്മയും മകളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുത്തനാണ് ആ മകനെങ്കിൽ പോലും സത്യത്തിൽ അവന് പ്രത്യേകിച്ച് വിലയും കാര്യങ്ങളൊന്നും ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഉണ്ടാവില്ല. കാരണം ഞാനൊക്കെ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമുള്ള മനസ്സുകൾ തമ്മിൽ സംസാരിച്ചാൽ തീർക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. നമ്മൾ ഒരുപാട് സംസാരിച്ചാണ്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് വരുമ്പോഴോ അല്ലെ എന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ പെടുത്തുമ്പോഴോ അല്ല, അതിനേക്കാളും മുന്നേ ഞാൻ എൻ്റെ അമ്മയുടെ ഒരുപാട് സംസാരിച്ചു. അമ്മ എന്തുകൊണ്ടാണ് ഞാൻ അനിയത്തിയെടുക്കുക ഈ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്, പിന്നെ എൻ്റെ ഫിനാൻഷ്യൽ സാഹചര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും മോശമായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളു വ്യക്തമായിട്ട് പറയുമ്പോഴും അവിടെ കല്യാണം കഴിച്ച് പോയ ഒരു മനുഷ്യനായതുകൊണ്ട്, കല്യാണം കഴിച്ച ഒരു മനുഷ്യനായതുകൊണ്ട് ഞാൻ അവിടെ ആ ഒരു മകൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ അപരിചിതനിലോട്ട് മാറിയായിരുന്നു. ഞാൻ ഓൾറെഡി എനിമിയായി മാറിയായിരുന്നു. അതൊക്കെ തിരിച്ചറിയാൻ എനിക്ക് സമയമെടുത്ത്. അതാണ് സംഭവിച്ചത്. ഒരൊറ്റ കാര്യം കൂടി, നമുക്ക് വിഷമകരമായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്, അതങ്ങ് പറഞ്ഞങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. 1-2 കാര്യങ്ങൾ ബ്രദർ, ചിലപ്പോൾ നമുക്ക് വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓരോന്ന് പറഞ്ഞു പോകുന്നത്, ചിലപ്പോൾ പറയുന്നത്, ചിലപ്പോൾ അതിൽ ശരിയുണ്ടാവാം തെറ്റുണ്ടാവാം. അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ദേഷ്യം വന്നൊരു സ്റ്റേറ്റ്മെന്റ്, ചിലപ്പോൾ അമ്മയ്ക്ക് നല്ലൊരു ദാമ്പത്യം ഇല്ലാത്തതുകൊണ്ടാവാം എന്നുള്ള രീതിയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞത് തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ? പറഞ്ഞതല്ല, അത് പബ്ലിക്കിൽ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് തെറ്റായി തോന്നുന്നുണ്ടോ? ആക്ച്വലി അതിനകത്ത് നമ്മുടെ ആളുകൾക്ക് ദാമ്പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ന്യായീകരിക്കണല്ല, പക്ഷെ നമ്മുടെ ആളുകൾക്ക് ദാമ്പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈംഗികത മാത്രമേ അറിയാവുള്ളൂ. അതായത് ദാമ്പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനും ഇവളും കൂടെയുള്ള ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഞാനും ഇവളും കൂടെ ഹസ്ബൻഡും വൈഫും ആയിട്ടുള്ള ആ ഒരു മാട്രിമോണിയൽ ലൈഫ്, ആ ഒരു കുടുംബജീവിതം, അതാണ് ദാമ്പത്യ ജീവിതം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് മാത്രമാണ് എന്നൊരു വിചാരമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളൊരു കാര്യം. അപ്പൊ അതിന്റെ പേരിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് മിസ്ഡയറക്ട് ചെയ്ത് ചിത്രീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. കാരണം അവർക്ക് അങ്ങനെ വീഡിയോ ചെയ്തെങ്കിലേ അവർക്ക് പ്രയോജനമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടായി, അത് എടുക്കാനും ആൾക്കാരുണ്ടായി. അതിനകത്ത് സംഭവം ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു സൈക്കോളജിയാണ്. അതായത് ഒരു ബ്രോക്കൺ മാരേജ് ഉള്ള ഒരു അമ്മയാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു അമ്മയ്ക്ക് ഇപ്പം ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പോലും ഒരു ബ്രോക്കൺ മാരേജ് ആണ് അവിടെ എന്നുണ്ടെങ്കിൽ, ആ അമ്മ അവരുടെ മൂത്ത മകനിലായിരിക്കും, അല്ലെങ്കിൽ മകനുണ്ടെങ്കിൽ ആ ഒരു മകനിലായിരിക്കും ഇമോഷണൽ സപ്പോർട്ട് പണ്ട് തൊട്ടേ എടുക്കുന്നത്. പുള്ളിക്കാരുടെ ഇമോഷണൽ സപ്പോർട്ട് ആ ഒരു പുത്രനായിരിക്കും. അപ്പൊ അവന്റെ ലൈഫിലോട്ട് ഒരു പാർട്ട്ണർ കയറി വരുമ്പോഴത്തേക്കും, ഇപ്പം എല്ലാവരും കൂടെ സമ്മതിച്ചിട്ടുള്ള കല്യാണമാണെങ്കിൽ പോലും അവന്റെ ലൈഫിലോട്ട് ഒരു പാർട്ട്ണർ കയറി വരുമ്പോൾ ആക്ച്വലി ആ ഒരു ഇവരുടെ ഇമോഷണൽ ഹസ്ബൻഡിന്റെ ലൈഫിലോട്ട് ഒരു മറ്റേ പുതിയൊരാളെന്നല്ല, അതിന്റെ കറക്റ്റ് പേരെന്ന് പറഞ്ഞാൽ മറ്റേ ഈ പരപുരുഷ അല്ലെ പരസ്ത്രീ ബന്ധം കയറി വന്നൊരു കൺസെപ്റ്റിലുള്ള ദേഷ്യമായിരിക്കും ആ ഒരു പാർട്ട്ണറിനോട് ഉണ്ടാവുന്നത്. അത് അല്ല, ഞാൻ ചുമ്മാ അറിഞ്ഞല്ലോട്ടെ, ഒന്ന് ബേസിക് ആയിട്ടൊന്ന് തപ്പിക്കഴിഞ്ഞാലേ ഒന്ന് ആർക്കെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. എല്ലാവർക്കും അല്ല, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അവര് പോലും അറിയാണ്ട് അവരുടെ സബ് കോൺഷ്യസിൽ വർക്കാവുന്ന സാധനമാണ്. പക്ഷെ ഇത്
ഇതൊക്കെ വരാണ്ടിരിക്കാനാണ് ആക്ച്വലി ഒരു ബ്രോക്കൺ മാരേജ് അല്ലാത്ത പാരൻസ് ആണെങ്കിൽ പോലും ഇപ്പോൾ എൻ്റെ പാരൻസിനും ഇവളുടെ പാരൻസിനും ഒക്കെ ആക്ച്വലി ഒരു കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെയും കൗൺസിലിംഗ് കഴിഞ്ഞിട്ടേ മാരേജസിലോട്ടൊക്കെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോകാറുള്ളൂ. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതിൻ്റെ ഒരു നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത്. പല വീടുകളിലും ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭാര്യയും ഭർത്താവും എന്നുള്ള പ്രശ്നം, മറ്റേ പ്രശ്നമല്ല, ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഇവിടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുന്ന പലപ്പോഴും ഈ ബാക്കി ഇൻലോസിന്റെ പ്രഷറിലാണ്. അതൊക്കെ ഈ പറഞ്ഞ പോലുള്ള ചെറിയ ചെറിയ സൈക്കോളജിക്ക് സാധനങ്ങളാണ്. നാളെ ഒരു ദിവസം നിങ്ങൾക്കൊരു കുട്ടിയായി കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടിയായി കഴിഞ്ഞാൽ കൂടുതൽ സ്നേഹം ചിലപ്പോൾ കുട്ടിയിലേക്ക് കൊടുക്കാനായിരിക്കും നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ക്ലാഷ് വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് എനിക്കത് തോന്നുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പൊ ഉണ്ടായേക്കാമായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പരിചയപ്പെട്ട ആൾക്കാരൊന്നുമല്ല. 10 വർഷം സ്നേഹിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. ഇപ്പോൾ 12ാമത്തെ വർഷം ആവാൻ പോണു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ തമ്മിലൊന്ന് ബോണ്ടാവാൻ വെച്ചിട്ട് ടൈം എടുത്തു. അതായത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, കണക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റണില്ലായിരുന്നു. അതായത് ഇവക്ക് എൻ്റെ ടൈമും കെയറും വേണ്ടപ്പം എനിക്ക് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഏത് സിറ്റുവേഷനിലാണെന്ന് അവൾക്ക് എടുക്കാൻ പറ്റണില്ല, തിരിച്ച് ഇവളെ ഏത് സിറ്റുവേഷനിലാണ്, ഇവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് എടുക്കാൻ പറ്റണില്ല. പിന്നെ നമ്മൾ കുറെ കൂടെ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്ത് ഒരുമിച്ച് ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോ അങ്ങനെ ഒരാൾ വന്നാലും കുഴപ്പമില്ല. അതായത് ഇപ്പൊ ബ്രോ പറയുന്നത് ഇപ്പോ എന്താ പറയാ, ഞങ്ങള് കല്യാണം കഴിഞ്ഞ പാടെ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ നിങ്ങളെ ഒരു തിങ്ക് ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം തന്നെ ഷെയർ ചെയ്ത് തീർന്നിട്ടില്ല. ഇത്ര ഇനിയിപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. ഈ സെയിം കാര്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, അമ്മയ്ക്ക് അപ്പോ ഇത്ര വർഷങ്ങളായി, ഇപ്പൊ ഒരു 20-ൽ കൂടുതൽ വയസ്സായി, ഇവിടെ 20 വർഷത്തിൽ കൂടുതലായിട്ട് നിങ്ങളായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പൊ ഒരാൾ പുതിയ വരുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമുണ്ടോ? അവിടെയാണ് എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. എനിക്ക് പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നീട് എനിക്ക് ഇതിനെക്കുറിച്ച്, ഇതിന്റെ സൈക്കോളജിക്ക് സ്ഥലങ്ങളെക്കുറിച്ച് മനസ്സിലായത്. പക്ഷെ അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് സംസാരിച്ചാൽ തീർക്കാവുന്ന കാര്യമുള്ളൂ. കാരണം ഞാൻ എന്താണെന്ന് എൻ്റെ അമ്മയ്ക്കും എനിക്ക് നല്ലോണം അറിയാം. അതായത് അവർ അമ്മയോട് സോറി പറയാനായിട്ട് നമ്മൾ ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങോട്ട് മാക്സിമം ഞാൻ വിട്ടുവീഴ്ചകൾ ചെയ്ത് സംസാരിച്ചൊക്കെ നോക്കി. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ആവണില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഓൾറെഡി ഉള്ള എനിമിറ്റി ഒന്നും കുറയണില്ല, അത് കൂടുന്നയുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ്, അത് അവിടുന്ന് തല്ലു വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫുള്ളായിട്ട് മാറിപ്പോയത്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇനി എനിക്ക് അങ്ങോട്ട് പോയൊരു സോറി പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് സോറി പറയാനില്ല. കാരണം അത്രയും നമ്മൾ മനസ്സുകൊണ്ട് അകന്നു പോയി. അതെ, അത് എനിക്ക് ബ്രോ പറയുന്നത് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിലും ബ്രദർ ആണെങ്കിലും ഇപ്പൊ രശ്മി ആണെങ്കിലും നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ പാരന്റ്സ് കാരണമാണ്. അപ്പൊ എന്തൊക്കെ വന്നാലും ഓക്കെ, അവർക്കും പ്രായമായിട്ടുണ്ട്, പ്രായത്തിനനുസരിച്ച് അവർക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ബുദ്ധിപരമായിട്ടെല്ലാം ചിന്തകളും എല്ലാം മാറുന്നുണ്ട്. ആ ഒരു ചിന്ത നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഓക്കെ ഒന്ന് അഴിഞ്ഞു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണ്ടേ? അല്ല, അതിനകത്ത് കാരണം ഇപ്പോഴും അമ്മയും അനിയത്തിയും പറയുന്നത് ആളെ ജയിലിലിട്ടില്ല, ശിക്ഷിച്ചില്ല എന്നൊക്കെയാണ്. അങ്ങനെ ആളെ അപ്പൊ അങ്ങനെ പറയുന്ന ഒരു അമ്മയെടുക്കയില് മോൻ സ്നേഹം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എന്റെ പേഴ്സണാലിറ്റി ഇങ്ങനെയാണ്. അതെന്റെ പ്രശ്നമാവാം. എനിക്കൊരു ബുദ്ധിമുട്ട് ഒരു സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്, ഞാൻ അത്രയും കെയറും സ്പേസും കൊടുത്തെടുത്തെന്നാണെങ്കിൽ എനിക്ക് അത്രയും വേദന എടുക്കുള്ളൂ. അത്രയും ഞാനൊരു സ്പേസ് കൊടുത്തിട്ടുള്ളവർ, ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചല്ല. നമ്മൾ ഒരുപാട് സംസാരിക്കാനൊക്കെ നോക്കി, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൺവേ ചെയ്യാനൊക്കെ നോക്കിയിട്ടും ഇതൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആട്ടി ഓടിച്ചാണ്. അപ്പോൾ അത്രയും വൺസ് എ സ്നേക്ക് ഈസ് ഓൾവേസ് എ സ്നേക്ക്. ഇപ്പോൾ ഒരു വട്ടം അവർ ബൈറ്റ് ചെയ്തിട്ടുണ്ട്, സാഹചര്യങ്ങൾ അവരുണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഇതുപോലെ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ അവസരം കിട്ടുമ്പോൾ അവരുണ്ടാക്കിയെടുക്കും, അത്രേ ഉള്ളൂ. അതിപ്പം ആരെന്ന് പറഞ്ഞാലും ഇപ്പം എന്നെ വേണ്ടാത്തവരെ എനിക്ക് വേണ്ട. തിരിച്ച് ഞാൻ ആ ഒരു റിലേഷനിലോട്ട്, അതിപ്പം അമ്മയാവാം, അനിയത്തിയാവാം, അച്ഛനാവാം, ഇൻ കേസ് വൈഫോ ആയിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ആരുമായിട്ടുള്ള ഒരു റിലേഷൻ ആണെങ്കിലും അവർക്ക് നമ്മളെ വേണ്ടാന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കാനും പോകണ്ട, അവരെയും കഷ്ടപ്പെടുത്തണ്ട. കാരണം ചിലപ്പോൾ അവർക്ക് നമ്മളോട് അത്രയും വെറുപ്പുണ്ടായേക്കാം. അപ്പോൾ നമ്മൾ പിന്നെയും ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ മാനസികാവസ്ഥ മോശമായിട്ട് പോകത്തില്ലുള്ളൂ. നമ്മൾ ബുദ്ധിമുട്ടിക്കാനും ചെല്ലുന്നില്ല, ബുദ്ധിമുട്ടാനും ഇല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, നല്ലൊരു ദാമ്പത്യ ജീവിതത്തിൽ അവർ തമ്മിൽ എപ്പോഴും അടി ഉണ്ടാവാൻ സാധ്യതയില്ലേ? പിന്നെ ഓഫ് കോഴ്സ് അടി ഉണ്ടാവും. നിങ്ങൾ അടി ഉണ്ടാവാറുണ്ടോ? ഞങ്ങള് 1 വർഷം നല്ല അടിയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിട്ട് പിരിഞ്ഞു പോകാൻ? ഞങ്ങള് കല്യാണത്തിന് മുമ്പ് തന്നെ
10 വർഷം 10 വർഷത്തെ റിലേഷൻ 10ാം ക്ലാസ് തൊട്ട് അങ്ങനെ തുടങ്ങിയല്ലേ? അതെ. അപ്പൊ തൊട്ട് തന്നെ കൊറേ ബ്രേക്കപ്പും കൊറേ പാച്ചപ്പും ഇതൊക്കെ ശീലമാണ്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ ഇതിന്റെയൊക്കെ ഇന്റൻസിറ്റി കൂടി ഫുൾ ടൈം അടുത്തുണ്ട്. അപ്പൊ വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം കൂടി വഴക്കായിരുന്നു. 1 വർഷത്തോളം നല്ല രീതിയിൽ വഴക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ രണ്ടുപേർക്കും മനസ്സിലായി വന്നപ്പോഴത്തേക്കും ഓക്കെ. നിങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ നിങ്ങൾ എടുത്തേക്കുന്ന തീരുമാനം എന്താണ്? ഒരു റിലേഷനിലും അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ സാധനം പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്റെ കൺസെപ്റ്റ് അതായത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേണ്ടത്. അതിന്റെ ഒരു ആവശ്യമുള്ളൂ. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണില്ല, തിരിച്ചു ഇത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്ര നോക്കിയെന്ന് പറഞ്ഞാലും എത്ര അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാലും അവിടെ ആ ഒരു ബോണ്ടിങ് ഒരിക്കലും ഉണ്ടാകാൻ പോണില്ല. കാരണം ഒറ്റ കാര്യം നിങ്ങൾ ഒരു ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിക്കരുത് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒന്നും കിട്ടാതായപ്പോൾ അത് മേടിച്ച് കഴിച്ചില്ലേ? അത് അഡ്ജസ്റ്റ് ചെയ്തല്ലേ? പക്ഷെ ഞങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ ഇട്ടു. അതേപോലെ പ്രോസസ്ഡ് പെട്രോളിയം ബൈ പ്രൊഡക്ട്സ് ആണ് കൂടുതൽ ഞാൻ പറഞ്ഞ് നമ്മൾ മാക്സിമം പുറത്തുനിന്നുള്ള എണ്ണയുള്ള ഫുഡുകൾ കട്ട് ചെയ്യുവാണ്. കാരണം ഈ പറഞ്ഞ പോലെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവാന്ന് ഇപ്പൊ ഞാൻ പറയുന്നു. അന്ന് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, അന്ന് ഉണ്ടെന്നാ പറഞ്ഞത്. റിസ്ക് ഫാക്ടേഴ്സ് ഇപ്പൊ ഞാൻ പറയാണ് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്യാൻ ശ്രമിക്കുവാണെന്ന് പറഞ്ഞ് പിന്നത്തേക്ക് നമുക്ക് ഇതുപോലെ ഞങ്ങൾ കഴിക്കത്തില്ലെന്ന് ശ്രമിക്കുവാണ് എന്നാ പറഞ്ഞത്. ഒരു സാധനത്തിനോട് ഒരു ക്രേവിംഗ് ഉണ്ട്, അത് കഴിക്കാൻ തോന്നുന്നു, നമ്മൾ കഴിക്കുക. അതിനകത്ത് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഏത് എണ്ണയുള്ള ഫുഡാണേലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെറിയതായിട്ടെങ്കിലും മായം കലർന്നേക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കഴിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടൂല എന്നുണ്ടെങ്കിൽ കഴിക്കുക. ഓക്കെ, അതായത് അപ്പൊ നിങ്ങൾ നേരത്തെ ചിന്തിച്ചു വെച്ച കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിക്കുക. ഇല്ല, ഒന്നും മാറ്റണ്ട, അക്സെപ്റ്റ് ചെയ്യുക. ഈ റിസ്ക് അവിടെ ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക, എടുക്കാൻ പറ്റൂലെങ്കിൽ വീട്ടിൽ പോവാം. ഒറ്റ കാര്യം അത് വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ അമ്മയുടെ ഒപ്പം നിൽക്കുള്ളൂ ഒരു ചിന്ത എപ്പോഴെങ്കിലും എടുക്കാറില്ലേ? അവിടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഫുഡിന്റെ കാര്യം ആയിക്കോട്ടെ, റിലേഷന്റെ കാര്യം ആയിക്കോട്ടെ, നമുക്ക് അത് ഇച്ചിരിയൊക്കെ റിസ്ക് വന്നേക്കാം. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു സുഖമുള്ളത് എന്ന് എനിക്ക് തോന്നുവാണ്. അവിടെയാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ മെന്റൽ പീസിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു തുള്ളി പോലും മെന്റൽ പീസിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാനല്ലേ ഒതുങ്ങാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റണമെന്നില്ല. എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പായി പോകും. കാരണം കൊച്ചിലോട്ടൊക്കെ അത്യാവശ്യം കുറേ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. നല്ലൊരു കുട്ടിക്കാലമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാൻ കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയണില്ല. അതിന്റെ ട്രോമാസ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ കേട്ടിട്ടുണ്ട്, നല്ലൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണോ ഈ ദേഷ്യവും ഇതൊക്കെ ഇടയ്ക്ക് നമുക്ക് സ്വയം തോന്നുന്നത്? എന്തായിരുന്നു കുട്ടിക്കാലത്ത് എന്തായിരുന്നു പ്രശ്നം? അതായത് ഞാൻ പുറത്തു വരുന്നത് തന്നെ അച്ഛൻ്റെ ഒരു ചവിട്ടിലാണ്. അച്ഛൻ വെള്ളമൊടിച്ചിട്ട് അതായത് അച്ഛൻ്റെ അമ്മ ചെന്ന് മൂപ്പിച്ചു കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്നിട്ട്, അതായത് മൂപ്പിച്ചു കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്നിട്ട് പുറത്തുപോകുന്നൊരു ചവിട്ട് കൊടുത്തു. അന്ന് രാത്രി ആശുപത്രിയിലായിരുന്നു. 7.5 മാസത്തിൽ ഞാൻ പുറത്തു വന്നു. എക്സാക്ട്ലി. അപ്പൊ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാനോ ഉള്ള ഭക്ഷണം കഴിക്കാനോ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അതായത് അമ്മാതിരി പ്രശ്നമായിരുന്നു വീട്ടിൽ. വെള്ളം അടിച്ചിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഒരു കുട്ടിക്കാലം ആക്ച്വലി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർ വന്നിട്ട് എൻ്റെയൊക്കെ പറയുന്നത്, എൻ്റെ വീട്ടിലെ പേര് കിച്ചുവിൻ്റെ അമ്മയും കിച്ചുവിൻ്റെ അച്ഛൻ തല്ലെന്ന് പറയും. അപ്പം ഞാൻ ഇവിടുന്ന് ഓടിച്ചെല്ലും. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പോയി പിടിച്ച് മാറ്റാൻ പറ്റൂല, ഇടിച്ച് തീർക്കാനും പറ്റൂല. നമുക്ക് അവിടെ കിടന്ന് കാറാം, അതിന്റെ ഇടയിൽ കയറാം, ഇതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റും. സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. അതായത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയില്ലേ, പുള്ളിക്കാരി സപ്പോർട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആളുകളെ വന്നാലും അച്ഛനും അച്ഛമ്മയും കൂടെ ഒരുമിച്ച് നിൽക്കും, ഇത് വീട്ടിലെ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടിക്കാലം. ഓഫ് കോഴ്സ്. അപ്പൊ എൻ്റെ ഉള്ളിൽ ഒരു ഇതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. പക്ഷെ ഞാൻ മാക്സിമം എൻ്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ ആർക്കെങ്കിലും അത് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ആർക്കെങ്കിലും തീർക്കരുത് എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരുംതോറും അച്ഛനോട് ദേഷ്യം ഉണ്ടായിരുന്നു? വളരുംതോറും ദേഷ്യമല്ല, ആ ഒരു സമയത്തൊക്കെ നമുക്ക് യാതൊരു കണക്ഷനും ഇല്ലായിരുന്നു. ദേഷ്യം ഉണ്ടായിരുന്നു കൊച്ചിലേക്ക്. പിന്നെ ഒരു 5ാം ക്ലാസ്സൊക്കെ സമയമായപ്പോഴത്തേക്ക് അച്ഛന് മരുന്ന് കൊടുത്തിട്ട് കള്ളുകൂടി നിർത്തിച്ചായിരുന്നു.
ആ ടൈമിൽ ഒരു മരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചു, അത് കഴിച്ചു, മരുന്നൊക്കെ നിന്നു. അത് അച്ഛനെ അറിയാണ്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ അത്യാവശ്യം ഒരു ഫാമിലി മാനൊക്കെ ആയിട്ട് ഇങ്ങനെ ആയി വന്നുകൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴും ഒരു അച്ഛനൊരു മകനോട് സംസാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങോ ഒന്നും ഇല്ലായിരുന്നു. പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പുള്ളിക്കാരൻ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഒഫെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു ഡീലും കാര്യങ്ങളും. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഒരു പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന അച്ഛനാണ്, അപ്പോൾ അച്ഛനെ നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് ശ്രമിച്ച്. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ നൈസായിട്ട് വേറൊരു പണിയും കൂടെ തന്നപ്പോഴത്തേക്കും അതും പോയി. അതായത് അച്ഛൻ വേറൊരു റിലേഷൻ എന്നല്ല പറയേണ്ടത്, അത് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ, അത് ഭയങ്കര മോശമാണ് സാധനം. അപ്പൊ അങ്ങനെ ഒരു റിലേഷനിലോട്ട് പോയപ്പോഴത്തേക്കും എക്സാക്ട്ലി. അപ്പൊ അങ്ങനെയൊക്കെ പോയി നമ്മൾ സംസാരിച്ച് നോക്കിയിട്ടൊന്നും ഒരു ഇതില്ലാതെ വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ വഴിക്ക് അങ്ങ് പോയി. അപ്പൊ നമ്മള് അന്ന് തൊട്ട് അച്ഛൻ വേറെ ആണ്, ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ കൂട്ടുകാരനും പുള്ളിക്കാരൻ്റെ വൈഫൊക്കെ ആയിട്ട് വേറെ താമസിക്കുകയാണ്. അപ്പൊ ഞാൻ അന്ന് തൊട്ട് തുടങ്ങിയ ഫീൽഡിൽ ഇറങ്ങിയാണ് അന്ന് തൊട്ടേ. മനസ്സിലായി. ഓക്കെ, അപ്പൊ ചെറുപ്പത്തിലെ കുറെ ട്രോമ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ്. കൂടെ നിന്നിട്ടുള്ളത് അമ്മയും ഈ പെങ്ങളും ഇവരൊക്കെ തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ മൊത്തം. അതായത് ഇപ്പോൾ അച്ഛനിട്ടേച്ചും പോയപ്പോൾ ഞാനാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനാണ് അവരെ മാക്സിമം സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി കിട്ടിയിട്ട് ആ ജോലിക്ക് പോയപ്പോഴത്തേക്ക് എനിക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാഞ്ഞുകൊണ്ട് തിരിച്ചു വന്ന് ഗ്രീൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് പറമ്പ് പണി, ബേസിക്കലി ഗ്രീൻ ഹൗസ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പിൽ പണികൾ ചെയ്യാനായിട്ട്. അതായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്കിൽ സെറ്റ്. അപ്പൊ ഞാൻ പോളിടെക്നിക് നേരെ തിരിച്ചു വന്നിട്ട് നാട്ടിൽ പറമ്പിൽ പണിയായിരുന്നു. ഓഫ് കോഴ്സ്. ഞാൻ അച്ഛൻ പോയപ്പോഴത്തേക്ക് ഞാൻ ലാസ്റ്റ് ഇയർ അങ്ങ് പഠിക്കുന്ന സമയത്ത്, അപ്പൊ അന്ന് തൊട്ട് പണിയെടുക്കാൻ തുടങ്ങിയത്. പറമ്പ് പണി, പെയിന്റിങ്ങിന്റെ അസിസ്റ്റന്റ്, അല്ലാതെ അകത്തുള്ള ഇൻഡോർ ഡീപ് ക്ലീനിങ്, അങ്ങനെയുള്ള വർക്കൊക്കെ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു ഫീൽഡിലോട്ട് തിരിച്ചു വന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടെന്നുള്ള കൺസെപ്റ്റിലാണ് തിരിച്ചു വന്നത്. പക്ഷെ ചെയ്തു വന്നപ്പോൾ എനിക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷനോട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഓക്കെ, എൻ്റെ പാഷൻ ഇവിടെയാണെന്ന് എപ്പോഴോ തിരിച്ചറിവ് കിട്ടി. അങ്ങനെയാണ് ഇവിടെ നമ്മൾ സെറ്റിലായത്. പക്ഷെ ആദ്യ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എതിർപ്പുകളൊന്നും സമൂഹത്തിൽ പറഞ്ഞില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസുകൾ, എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ എൻ്റെ വീട്ടിലുള്ള എതിർപ്പുകൾ ഞാൻ കാര്യമാക്കിയില്ലെന്ന് മാത്രമല്ല, ഞാൻ അതിനെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരുത്തി. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് പണ്ടേ സപ്പോർട്ടായിരുന്നു എന്ന രീതിയിൽ ഞാൻ അവതരിപ്പിച്ചു തുടങ്ങിയത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ അമ്മയും പെങ്ങളെ അത്ര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരെ എൻ്റെ കഥയിൽ ഒരിടത്തും അവർക്കൊരു നെഗറ്റീവ് വരരുത്. ഇപ്പോൾ അവർ നെഗറ്റീവ് അല്ലെങ്കിൽ പോലും നെഗറ്റീവ് വരരുത് എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കഥ അല്ലെ എൻ്റെ ഒരു യാത്ര കണ്ടിട്ട് ഏതെങ്കിലും പിള്ളേർ ഇതുപോലെ പല ഫീൽഡിൽ എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. അപ്പോൾ ആ കഴിവ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പിള്ളേർ അവരുടെ ആ ഒരു പ്രായത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പം വീട്ടുകാരുടെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് ഒരു അപ്രോച്ച് ഉണ്ടാവട്ടെ എന്നുള്ള കൺസെപ്റ്റിൽ ഞാൻ മെസ്സേജ് ആവാനായിട്ട് ഞാൻ സ്വയം സാക്രിഫൈസ് ചെയ്ത്. അതാണ് ഇപ്പോഴും ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴും എനിക്കുണ്ടായ പ്രശ്നം. അതായത് പണ്ടത്തെ ആ നെഗറ്റീവ് സൈഡുകൾ ആർക്കും അറിയില്ല, ഞാൻ തന്നെ അത് ഇല്ലാന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യമില്ല, കാരണം അതിന്റെ സമയം കഴിഞ്ഞു. എന്തായാലും ലക്ഷ്മി, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നും തീർന്നു എല്ലാവരും കൂടി ഒന്നാവണം ഒരു ആഗ്രഹം മനസ്സിലെന്തായാലും. എനിക്ക് സമാധാനം മാത്രം മതി, ഒന്നാണോന്നൊന്നുമില്ല. കാരണം ഇനി ആ ഒരു ട്രോമയിലോട്ട് തിരിച്ചു പോകണമെന്ന് എന്റെ പേഴ്സണലി എനിക്ക് തിരിച്ചങ്ങോട്ട് പോകണം. കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിൽ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങള് പരസ്പരം, ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷത്തോളം നല്ല വഴക്കായിരുന്നു. ആ സമയത്തൊന്നും പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു. പ്രശ്നം തുടങ്ങിയത് ഇതിന്റെ സംഭവം ഈ ഒരു കുഞ്ഞു പ്രശ്നമാണ്. ഈ പ്രശ്നം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ് അനിയത്തിരിക്കയില് ഇനിയെങ്കിലും ഇത്തരം അത്യാവശ്യം പ്രായമൊക്കെ ആയി, അപ്പം സ്വന്തം കാര്യം നോക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങണം, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങണം എന്നൊരു സാധനം പറഞ്ഞു. അതുപോലെ സ്വന്തമായിട്ട് ഇനിയൊന്നും ചെയ്ത് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ പോക്കറ്റ് മണി തരുന്നത് കുറയ്ക്കും, കാരണം അല്ലേ നിർത്തും, കാരണം എൻ്റെ കയ്യിൽ വരുമാനവും ഇപ്പോൾ ഇല്ല, ശോകമായി തുടങ്ങി. അപ്പോൾ സ്വന്തം കാര്യം നോക്കാം, അത് വീട്ടിലെ ബേസിക് കാര്യം അവൾ ഉൾപ്പെടെയുള്ളവരുടെ ബേസിക് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഡീൽ ചെയ്യുന്നത്. പക്ഷേ പോക്കറ്റ് മണിയുടെ സൈഡിൽ എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ചെയ്യാം, നീ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള സംഭവം എനിക്ക് ഇച്ചിരി നിർബന്ധമുണ്ട്. അപ്പോൾ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തരുന്ന എക്സ്ട്രാ സാധനങ്ങൾ എനിക്ക് തരാൻ പറ്റണമെന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ തുടങ്ങി. അതായത് അവിടെ അനിയത്തി അപ്പത്തൊട്ട് എനിക്ക് മിണ്ടത്തില്ലായിരുന്നു. അമ്മയ്ക്ക് വന്ന സംഭവം എന്ന് വെച്ചാൽ, അമ്മ അപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ ഉപേക്ഷിക്കുന്ന രീതിയിലോട്ട് പോയി എന്നുള്ള കൺസെപ്റ്റിലായി. അമ്മയുടെ ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? ഇവർ രണ്ടുപേരും അല്ലാതെ
ഇതിന്റെ തെറ്റിദ്ധാരണകളും മൈൻഡ് കൊണ്ടുള്ള ആ ഒരു അകൽച്ചയൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായതാണ്. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പോലെ ഇത് ഇത്രയും പ്രശ്നം ആയതിന് പുറകിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ആളുകളെ കയറ്റി ആദ്യം വെച്ചുണ്ടാക്കി ഈ വീട്ടിലെ പ്രശ്നത്തിന് ആളുകളെ വലിച്ചു കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾക്ക് ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിൽ എനിക്ക് സമൂഹത്തിൽ ഇതാണ് സോഷ്യൽ മീഡിയയിലുള്ള മെയിൻ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ ആൾക്കാർ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ എൻ്റെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അത് പിന്നെയും വലിയ പ്രശ്നമായി. കളികൾ നടന്നിട്ടുണ്ട്. ഇതിലെല്ലാം അവസാനമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ രശ്മിനോട് ചോദിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദേഷ്യങ്ങളായിരിക്കും ചിലപ്പോൾ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ബ്രോയിലേക്കും വരാതെ പെങ്ങളെ കുറിച്ച് പെങ്ങളെ 4 അടി അടിച്ചു എന്നുള്ളതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസത്തെ കറക്റ്റ് 4 അടി അടിച്ചു. ഇതായിരുന്നു അന്നത്തെ തർക്കം മുഴുവനും. 2 പെങ്ങള് പലരുമായിട്ട് ഫോണിൽ അനാവശ്യമായി ബന്ധപ്പെടുന്നു ഇദ്ദേഹം ഒരു സോഷ്യൽ മീഡിയയിൽ തുറന്നു പറയുണ്ടായി. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ തുറന്നു പറഞ്ഞ നിലപാടിനോട് എന്താണ് പറയാനുള്ളത്? അത് പറയാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. കാരണം പുള്ളിക്കാരൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയണം, അല്ലെങ്കിൽ ഒരു സമാധാനം കാണില്ല. അപ്പോഴത്തെ അതങ്ങനെ ആ ഒരു കോപ്പിംഗ് മെക്കാനിസം വന്നില്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിട്ടായിരിക്കും ആ ഒരു കോപ്പിംഗ് മെക്കാനിസം വരുന്നത്. തല്ലിയവന്മാരെ എൻ്റെ വീട്ടുകാർ തല്ലിച്ചാണെങ്കിലും തല്ലിയവന്മാരെ തിരിച്ചു തള്ളണമെന്നുള്ള കൺസെപ്റ്റിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ദേഷ്യം എനിക്ക് ഈ ഒരു അനുഭവം ഷെയർ ചെയ്ത് തീരുമെങ്കിൽ തീരട്ടെ എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. തിരിച്ച് തല്ലുമായിരുന്നു? ഓഫ് കോഴ്സ് തല്ലാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അല്ല, അതായത് ഇപ്പം എനിക്ക് ഒതുങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ഉറപ്പായിട്ടും ഞാൻ തല്ലിപ്പോയനെ. ഇപ്പം എനിക്ക് അന്ന് എൻ്റെ വണ്ടിയുടെ അകത്തോട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിലെടുത്ത വിഷ്വൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ അകത്തോട്ട് തള്ളിക്കയറി വരുന്നത് അവരൊന്നും പറയുമ്പോൾ അതൊന്നും വരത്തില്ല. വണ്ടിക്ക് അകത്തോട്ട് അവർ ബാർജിൻ ചെയ്തതായിട്ടേ വരത്തില്ല. നമ്മൾ വണ്ടിക്കകത്ത് കയറി വലിച്ചു. അതായത് ആദ്യം എൻ്റെ വീട്ടുകാർ വഴക്കുണ്ടാക്കിയപ്പോൾ ആളുകളെ വിളിച്ചു കൂട്ടിയപ്പോൾ വന്ന് എൻ്റെ വഴക്കുണ്ടാക്കാൻ നോക്കിയ ആൾ തന്നെയാണ്. രണ്ടാമത് പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും വന്ന് നമ്മൾ വണ്ടി എടുത്ത് പോകാൻ പോവാ, വണ്ടി വലിച്ചു തുറന്ന് ഇവൻ അകത്തോട്ട് കയറി വന്ന് എൻ്റെ ഇവിടെ പിടിച്ച് വലിച്ചു. അപ്പോൾ എൻ്റെ ഇപ്പൊ എത്ര നാളെ 2 മാസമായിട്ട് ഒരു പാട് ചെറിയൊരു പാട് ഇപ്പോഴും ഞാനിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയതാണ്. അപ്പൊ എന്റെ കൈ അതിന്റെ ഇടയ്ക്കായി. അപ്പൊ പുള്ളിക്കാരൻ എന്റെ കൈ പിടിച്ചു വലിച്ചു. അപ്പോഴും ഇവൻ തെറിയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇറങ്ങിവാടാന്ന് പറഞ്ഞത്. ഞാൻ ഇറങ്ങിച്ചെല്ലാം റെഡിയായിരുന്നു. എന്ന് വെച്ചാൽ അത് സൂയിസൈഡല്ല ആ ചിന്ത. അതായത് അത് ഹെൽത്തി അല്ല. നമ്മൾ അത്രയും പേര് ഇടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ചെന്ന് നെഞ്ചും പിരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മണ്ടത്തരമാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ ടൈമിൽ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി ചെന്നിട്ട് എന്താണെന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഈ അടിയാണെങ്കിൽ അടി, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ കൊണ്ടാലും ഒരെണ്ണം തിരിച്ചു കൊടുക്കാനുള്ള ആരോഗ്യം നമുക്കുണ്ട്. അല്ലെ കൊടുക്കുന്നവരെ നമ്മൾ എഫേർട്ട് ഇടും. പക്ഷെ ആ സമയത്ത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇവളുണ്ട്, ഇവളിറങ്ങാം. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരന്മാർ എൻ്റെ കാറിനകത്തിരിപ്പുണ്ടായിരുന്നു, ഇവന്മാരിറങ്ങാം. അപ്പൊ എൻ്റെ കൂടെ വരുന്നവർക്ക് ഒരു തല്ല് മേടിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്ലാനും എനിക്കില്ല. പിന്നെ എൻ്റെ കൂടെ എൻ്റെ വണ്ടിയുണ്ട്. എനിക്ക് എൻ്റെ വണ്ടി അത്രയും ഇമ്പോർട്ടൻ്റാണ്. കാരണം ഞാൻ എത്രത്തോളം വർഷം നടുപിടിച്ച് പണിയെടുത്തിട്ടാണ് എൻ്റെ വണ്ടി എടുത്തതെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ എൻ്റെ ഫാമിലിയിൽ ഒരാളാണ് എൻ്റെ വണ്ടി. അപ്പൊ എന്നെ ഇവളെ ഉപദ്രവിക്കുന്ന പോലെ, ഇപ്പൊ എന്നെ ഉപദ്രവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമായിരിക്കും, ഇവളെ ഉപദ്രവിക്കുന്ന പോലെ തന്നെ എൻ്റെ വണ്ടിയെ ഉപദ്രവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. അപ്പൊ ഇവരുടെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇറങ്ങി ചെന്ന് ഹീറോയിസം കാണിക്കാഞ്ഞത്. പക്ഷെ സത്യത്തിൽ അത് നല്ല കാര്യമായി. ഏത് ചെന്ന് കഴിഞ്ഞാൽ ഇടിയും കൊണ്ടേനെ, കൊടുക്കുന്നതല്ല കൊള്ളുന്നത് കൊള്ളുന്നത്. ആ വീഡിയോ എല്ലാം എവിഡൻസ് ആയിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും 2 കൂട്ടർക്കും പറഞ്ഞു നിൽക്കാനുള്ള കാര്യങ്ങളായിരുന്നു. ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ, അപ്പോൾ ഇപ്പോൾ പെങ്ങളുടെ ഒരു വീഡിയോ ഇങ്ങനെ മറ്റുള്ളവരായിട്ട് ഫോണിൽ സംസാരിക്കേണ്ടത് തുറന്നു പറഞ്ഞത് തെറ്റാന്ന് രശ്മി ഒരു പെണ്ണെന്നുള്ള രീതിയിൽ അത് തടയാൻ ശ്രമിക്കാൻ എന്തായിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വേണ്ടാന്ന്. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഒന്നിനും നിർബന്ധിക്കാൻ പറ്റില്ല. എന്റെ ലൈഫിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പൊ എന്റെ പേജിന്റെ മാത്രമല്ല, എന്റെ ലൈഫിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ്. എനിക്ക് സജഷൻസ് പറയാനേ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. പറഞ്ഞായിരുന്നു. ഒരു കാര്യം ബ്രദറിന് അതുണ്ടായിരുന്നില്ല, എന്റെ സിസ്റ്റർ ആണ് കല്യാണം. അത് എനിക്ക് ബ്രോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശം അവസ്ഥയിലോട്ട് തള്ളിവിട്ട് നമ്മൾ എത്ര എഫേർട്ട് ഇട്ട് സംസാരിക്കാൻ നോക്കിയിട്ടും അത്രയും കാലം ഞാൻ അവർക്ക് വേണ്ടി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടും എൻ്റെ ലൈഫ്, എൻ്റെ ആരോഗ്യം, ആയുസ്സും ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ട് പോലും അവർക്കൊന്നും എന്നെ കേൾക്കാൻ പോലും സൗകര്യമില്ല. അവരിതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുക, അവർ വിക്ടിമാവാൻ വേണ്ടിയിട്ട് കള്ളക്കഥകൾ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ എനിക്ക് പറഞ്ഞു പോയത് ഞാനും പറയുന്നുണ്ട് തെറ്റ് തന്നെയായിരുന്നു. അത് പറയേണ്ട കാര്യമില്ല. ഇല്ല, അതിപ്പോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിനെ കൊണ്ട് പോയിട്ടുള്ള ആൾക്കാരുടെ ഒന്നും ഡിലീറ്റ് ആകുമ്പോൾ അല്ല, അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്.
ബാക്കി കുറെ പിന്നെ ഓൾറെഡി അവർ അതിന്റെ പേരിലാണല്ലോ കേസ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഞാനത് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആ കേസോ കാര്യങ്ങളോ ഒന്നും പോകാൻ പോകില്ല. മാത്രമല്ല അത് അവിടെ കിടന്നോട്ടെ, അവർക്ക് കേസിന് അതിന് അവർക്ക് പ്രയോജനമാണെങ്കിൽ അത് ആയിക്കോട്ടെ. പുതിയൊരു വണ്ടി എടുക്കാനുള്ള പ്ലാനാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഒരു ഫോർച്യൂണർ ഇഷ്യൂ ആയിട്ട് കഴിഞ്ഞിട്ട് ഇതൊരു പുതിയ വണ്ടി എടുക്കാനുള്ള എല്ലാവരും കൂടെ കൂട്ടായിട്ടുള്ള ഒരു പ്ലാനാണ്. അതായത് ആരുടെയും പക്ഷം പിടിക്കാതെ ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്, ഇവർക്ക് അടുത്ത വണ്ടി എടുക്കാനുള്ള പരിപാടിയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? അത് കാര്യം മനസ്സിലാക്കാതെ പറയുന്നത് ആൾക്കാർ. അല്ല, അത് ശരിയായിരുന്നുണ്ടെങ്കിൽ എനിക്ക് കേസ് വരത്തില്ലായിരുന്നു. ഞാൻ ഒരുപാട് നാള് ഞാൻ ഇവളും ആയിട്ട് കഷ്ടപ്പെടണ്ടായിരുന്നു, മാറി നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു. നമ്മൾ മറ്റേ ജീവനും കൊണ്ട് മാറി ഒളിച്ച് ഒതുങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത്രയും നമ്മൾ ഫിനാൻഷ്യലി ആയിക്കോട്ടെ, മെന്റലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, എല്ലാ തരത്തിലും നമ്മൾ ഡിപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നത്. അപ്പോൾ അത്രയും സാഹചര്യങ്ങളിലോട്ട് പോകത്തില്ലായിരുന്നല്ലോ ഇത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ എല്ലാവരെയും വിശ്വസിപ്പിക്കാനൊന്നും പറ്റൂല. ഇപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ അങ്ങനെ ഒരു ടോക്ക് വരുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റൂല. കാരണം എന്നെക്കുറിച്ച് ഓൾറെഡി കുറേ കഥകൾ അവിടെ മെനയപ്പെട്ടു, അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ആക്കപ്പെട്ടു. അപ്പോൾ പിന്നെയും ഞാൻ മിണ്ടായിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ.